ഇന്നധികം മഞ്ഞില്ലാത്തൊരു ദിവസമായിരുന്നു കേട്ടോ. മഞ്ഞില്ലെങ്കിലും നല്ല തണുപ്പുണ്ടായിരുന്നു. തണുപ്പിനൊരു കുറവുണ്ടായിരുന്നില്ല. രാവിലെ നേരത്തെ നീച്ചപ്പോൾ തന്നെ നല്ല തണുപ്പായിരുന്നു കേട്ടോ. കൈയൊക്കെ നല്ല കോച്ചി പിടിക്കണ തണുപ്പായിരുന്നു ഉണ്ടായിരുന്നത്. മഞ്ഞ് അത്ര കാര്യമായിട്ടില്ല കേട്ടോ. എന്നാൽ ഇന്നലെ ആണെന്നുണ്ടെങ്കിൽ നല്ല മഞ്ഞുണ്ടായിരുന്നു. അതുപോലെ തന്നെ തണുപ്പ് അത്യാവശ്യത്തിന് ഉണ്ടായിരുന്നു. ഇന്ന് വലിയ കാര്യമായിട്ടുള്ള മഞ്ഞില്ല. ഇപ്പോൾ 2 ദിവസമായിട്ടേ ഉള്ളൂ കേട്ടോ മഞ്ഞൊക്കെ നല്ല ഉണ്ടാവാൻ തുടങ്ങിയിട്ട്. തണുപ്പ് മെയിനായിട്ട് പറയുകയാണെങ്കിൽ തണുപ്പ് നല്ല ഉണ്ടാവാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 2-3 ദിവസമേ ആയിട്ടുള്ളൂ. ഇത്രയും ദിവസം തണുപ്പും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ഇപ്പം തണുപ്പൊക്കെ അങ്ങോട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഡിസംബർ മാസം ആവാറായല്ലോ. ഡിസംബറിൽ തണുപ്പാണല്ലേ മെയിൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ കാലാവസ്ഥയിലൊക്കെ ഭയങ്കരമായിട്ട് ചേഞ്ചൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ പിന്നെ എന്നും പതിവ് പോലെ തന്നെ നേരത്തെ നീച്ചു നമ്മുടെ ജോലികളിലേക്കൊക്കെ കടന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കിച്ചുവിന് ഇന്ന് ക്ലാസ് ഉണ്ട്, സ്കൂളിലേക്ക് പോകണം. അപ്പോൾ അവന് ചോറ് കൊണ്ടുപോകണം. ഞാനപ്പോൾ ആദ്യം തന്നെ നീച്ചിട്ട് എന്നും പതിവ് പോലെ തന്നെ നേരത്തെ നീച്ചൊന്ന് ഫ്രഷ് ആവലൊക്കെ കഴിഞ്ഞു. കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഗ്യാസൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എന്നിട്ടാണ് കാപ്പിക്കുള്ള വെള്ളം വെച്ചത്. ഈ ഒരു സമയത്ത് നമ്മുടെ കിച്ചു തുമ്പിയും ഏട്ടനും എല്ലാവരും നീച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം സമയം 6 മണിയൊക്കെ ആവാറായിട്ടുണ്ട്. പുറത്ത് നേരെ വെളിച്ചായി വരണേ ഉള്ളൂ. ഞാൻ ആദ്യം ഫസ്റ്റിൽ കാണിച്ച വീഡിയോ നമ്മുടെ ഈ ജോലികളൊക്കെ തീർന്നിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോഴത്തേന് നേരെ നന്നായി വെളിച്ചായിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് പോയിട്ട് ഞാൻ എടുത്തതാണ്. അല്ലാതെ ഇരുട്ടത്ത് പോയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഒന്നും കാണില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കാപ്പിക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നൊക്കെ തിളച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കാപ്പിപ്പൊടി പഞ്ചസാരയൊക്കെ ഇട്ട് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ചൂടാറണം ഇനി അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്, കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് ഉപ്പേരി വയ്ക്കാൻ വേണ്ടിയിട്ട് ക്യാരറ്റും പിന്നെ അതുപോലെ തന്നെ കിഴങ്ങും ഇരിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിൽ കൂടുതലും ഈ 2 പച്ചക്കറി എങ്ങനെയായാലും മെയിനായിട്ട് കൂടുതലും ഉണ്ടാവും. അത് ഇവിടെ കിഴങ്ങിനോടും ക്യാരറ്റിനോടൊക്കെ വല്ലാത്ത പ്രേമമാണ് കേട്ടോ എല്ലാവർക്കും. അതുകൊണ്ട് തന്നെ കിച്ചുവിനാണെങ്കിലും നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവർ കഴിക്കണ സാധനങ്ങൾ ഞങ്ങൾ കൂടുതൽ വാങ്ങി വയ്ക്കാറുണ്ട്. അല്ലാത്ത പച്ചക്കറിയൊന്നും അധികം കാണില്ല കേട്ടോ. ഇത്തരത്തിലുള്ള പച്ചക്കറികളൊക്കെയാണ് ഞങ്ങളുടെ വീട്ടിൽ കൂടുതലായിട്ടും കാണുക. അപ്പോൾ അതാണ് ഇന്ന് ഉപ്പേരി വയ്ക്കുന്നത്. ക്യാരറ്റും കിഴങ്ങും കൂടിയിട്ടാണ് ഉപ്പേരി വയ്ക്കുന്നത് കേട്ടോ. നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ആയ കാരണം കുട്ടികളുടെ അടുത്ത് കിടന്നുറങ്ങിക്കോ, ഇപ്പം തന്നെ നീക്കണ്ടെന്ന് ഒരു 150 വട്ടം പറഞ്ഞു കേട്ടോ. പക്ഷെ രണ്ടാളും കേട്ടില്ല. അവർ രണ്ടുപേരും നീച്ച് വന്നു കേട്ടോ. ആദ്യം നമ്മുടെ തുമ്പിക്കുട്ടിയാണ് നീച്ചത്. അപ്പോൾ ഉറങ്ങിക്കോ, നല്ല പുറത്ത് ഇരുട്ടാണ്, നേരം വെളിച്ചായിട്ടില്ല, രാവിലെ ആയിട്ടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു ഞാൻ കിടക്കണില്ല, ഞാൻ വരികയാണെന്ന് പറഞ്ഞിട്ട് അവൾ നീച്ച് വന്നു കേട്ടോ. അതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ കിച്ചും വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എന്താ പറയുക, ഇനിയിപ്പോൾ അവരുടെ പിന്നാലെ അങ്ങനെ നടക്കേണ്ട ആവശ്യമില്ല. കാരണം നേരത്തെ നീക്കിയ കാരണം കുഴപ്പമില്ല. നേരത്തെ നീച്ച നല്ലതൊക്കെ തന്നെയാണ്, കുട്ടികൾ നേരത്തെ നീച്ച് പഠിക്കുന്നത് നല്ലതൊക്കെ തന്നെയാണ്. പക്ഷേ ഇപ്പം നല്ല തണുപ്പ് കാരണം കൊണ്ട് ഇവർ പുറത്തേക്ക് ഇറങ്ങാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് കേട്ടോ. പക്ഷേ ഞാൻ ഉമ്മറഭാഗം അടച്ചിട്ട കാരണം കൊണ്ട് അവർക്ക് പോകാനായിട്ട് പറ്റുന്നില്ല. പിന്നെ അടുക്കളയിൽ ഞാനും ഉണ്ട്. പിന്നെ പോകുകയാണെന്നുണ്ടെങ്കിൽ അടുക്കള വശത്ത് കൂടെ അല്ലേ പോകാൻ പറ്റുള്ളൂ. അതുകൂടെ പോകാനായിട്ട് പറ്റണില്ല കേട്ടോ അവർക്ക്. ഞാൻ ചീത്ത പറഞ്ഞാലൊന്ന് പേടിച്ചിട്ട്. അതുകൊണ്ട് രണ്ടും കൂടി പുറത്തിറങ്ങാൻ പറ്റാതെ ജയിലിലിട്ട പോലത്തെ ഒരു അവസ്ഥയിലാണ് കേട്ടോ നിൽക്കുന്നത്. പിന്നെ അത് മാത്രമല്ല ഒരു ഉറക്കപ്പിച്ചും എല്ലാം ഉള്ള കാരണം കൊണ്ട് തന്നെ പുറത്തേക്ക് പോകാനുള്ള വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല അവർക്ക് കേട്ടോ. കാരണം നല്ല തണുപ്പുണ്ടല്ലോ. അപ്പോൾ പറയുന്നുണ്ട് കേട്ടോ അവർ, അച്ഛാന്ന് നല്ല തണുവുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് പുറത്തേക്ക് ഇറങ്ങില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. ഇനിയിപ്പോൾ അവരെങ്ങനെയെന്ന് എനിക്ക് അറിയില്ല. പക്ഷേ എന്തായാലും പുറത്തേക്ക് ഇറങ്ങിയില്ല കേട്ടോ, ഞാൻ വിചാരിച്ച പോലെ തന്നെ. അപ്പോൾ അങ്ങനെ നമ്മൾ തൊപ്പേരിക്കുള്ളതും ഒക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതൊന്ന് ഒരു വട്ടം ഞാൻ കഴുകിയിട്ട് വന്നു കേട്ടോ. കഴുകിയിട്ട് വന്നതിന് ശേഷമാണ് ഞാനിപ്പോൾ ഗ്യാസിൽ വെക്കാൻ വേണ്ടി പോണത്. കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് എന്താ പറയുക വെക്കുന്നുണ്ട്. ഞാൻ കുറച്ച് വെള്ളം കൂടുതൽ വെക്കുന്നുണ്ട് കേട്ടോ. കാരണം നല്ലോണം വെന്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അവർക്ക് നന്നായിട്ട് ഇങ്ങനെ കയ്യിൽ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ ഉടഞ്ഞു പോകണം, അങ്ങനത്തെ സൈസിലുള്ള ഉപ്പേരിയൊക്കെയാണ് കേട്ടോ എൻ്റെ കിച്ചുവിനൊക്കെ ഇഷ്ടമുള്ളൂ. നല്ല ബലം ഉണ്ടെങ്കിൽ കഴിക്കില്ലേ. എനിക്കാണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അതാ കണ്ടില്ലേ, അച്ഛനും മക്കളും കൂടി കുളിക്കാൻ വേണ്ടി കുളത്തേക്കാണ് കേട്ടോ ഇന്ന് പോണത്, സർക്കിട്ടിന്. അപ്പോൾ ഏട്ടൻ ഉച്ചയ്ക്കെന്ന് പറഞ്ഞത് ഏട്ടൻ ഒറ്റയ്ക്കാണ് കേട്ടോ പോകാറുള്ളത്. ഇന്നിപ്പോൾ ഏട്ടൻ പറഞ്ഞു കിച്ചുവിനകത്ത് നീ വരുന്നുണ്ടോ ചോദിച്ചപ്പോൾ കിച്ചു പറഞ്ഞു ഞാനും വരുന്നുണ്ട് പറഞ്ഞു. അവൻ പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ തുമ്പിക്കുട്ടിയുടെ വിധം മാറാൻ തുടങ്ങി. അവളും പറഞ്ഞു ഞാനും പോവാണ് അച്ഛൻ്റെ കൂടെ എന്ന് പറഞ്ഞിട്ട് രണ്ടാളും ഒരു മുണ്ട കൊടുത്തിട്ടാണ് കേട്ടോ പോണത്. വേറെ മറ്റേ ട്രൗസറും കുപ്പായൊന്നും ഇട്ടിട്ടില്ല. രണ്ടുപേരും മുണ്ട് കൊടുത്തിട്ടാണ് കേട്ടോ പോകുന്നത്. കുഞ്ഞുമുണ്ട് അവരുടെ തന്നെയാണ്, അത് കൊടുത്തിട്ടാണ് കേട്ടോ കുളത്തേക്ക് പോകുന്നത്. ഏട്ടൻ്റെ വീടിൻ്റെ അവിടുത്തെ കുളത്തേക്കാണ് കേട്ടോ പോണത്. നമ്മുടെ ഈ പരിസരത്ത് അങ്ങനെ കുളവും കാര്യങ്ങളൊന്നും ഇല്ല എന്നാ തോന്നണേ, എനിക്കറിയില്ല, ഞാൻ ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ ഈ ഒരു ഭാഗത്തുള്ള ഏട്ടൻ്റെ വീടിൻ്റെ അടുത്തുള്ള കുളത്തേക്ക് ഞാൻ പോയിട്ടുണ്ട് കേട്ടോ.
ഞങ്ങൾ കല്യാണം കഴിഞ്ഞ ആദ്യത്തെ ആ സമയത്തൊക്കെ കുറച്ച് ഡെയിലി കുറച്ച് ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് നീന്താനൊന്നും അറിയില്ല കേട്ടോ. എനിക്ക് കുളമൊക്കെ നല്ല പേടിയാണ്. അപ്പോഴും അതെ ഇപ്പോഴും അതെ എപ്പോഴും എനിക്ക് കുളം ഒക്കെ നല്ല പേടിയാണ് കേട്ടോ. ഇറങ്ങുമൊന്നുമില്ല, ഇറങ്ങാനൊക്കെ നല്ല പേടിയാണ് കേട്ടോ. ഒരാൾ കൂട്ടിനില്ലാതെ ഞാൻ ഒറ്റയ്ക്കൊന്നും ഇതുവരെ കുളത്തിക്കൊന്നും പോയിട്ട് പോലും ഇല്ല കേട്ടോ. അപ്പോൾ കിച്ചുവിനിപ്പോൾ 2 ദിവസം മുന്നേ കഴിഞ്ഞ ആഴ്ച അവൻ്റെ അച്ഛമ്മ കുളത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അന്ന് കഴിഞ്ഞ ആഴ്ചയാണ്, അതിന് മുന്നത്തെ ആഴ്ചയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. അന്ന് വന്നിട്ടുണ്ടായിരുന്നു, കിച്ച് എന്തായാലും വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇവിടെ നിന്ന് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് അവൻ വീട്ടിലേക്ക് വന്നത് കേട്ടോ. ഞങ്ങൾ വീട്ടിലേക്ക് പോയത്. അപ്പോൾ ഇത് ഞാൻ ഏട്ടൻ്റെ അടുത്ത് വീഡിയോ എടുക്കാൻ പറഞ്ഞതാണ് കേട്ടോ, അല്ലാതെ ഞാനൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. ഏട്ടൻ വീഡിയോ എടുത്തിട്ട് വന്നതാണ് കേട്ടോ. അതാണ് കേട്ടോ കുളം. നല്ല വൃത്തിയുള്ള കുളമാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നല്ല സ്ക്വയർ ആയിട്ടുള്ള കുളമാണ് കേട്ടോ. അതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു. ഈ കുളം ഭയങ്കര രസമാണ് കേട്ടോ കാണാൻ. കുളിക്കാനാണെങ്കിൽ നല്ല തണുപ്പായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നു. പക്ഷെ അത് കിച്ചു കുറച്ച് കഴിയുമ്പോൾ എന്താ പറയുക, അങ്ങനെ വിറക്കലുണ്ട് നിന്നിട്ട്. കണ്ടാൽ തന്നെ മനസ്സിലാവില്ല നല്ല തണുപ്പുണ്ടായിരുന്നു എന്ന്. അപ്പോൾ പിന്നെ പൊതുവേ മഞ്ഞും തണുപ്പൊക്കെ തന്നെയാണല്ലോ. അപ്പോൾ വെള്ളത്തിലൊക്കെ നല്ല മഞ്ഞൊക്കെ വീണ് നല്ല തണുത്തിട്ട് കിടക്കുക തന്നെ ആയിരിക്കും ഉണ്ടാവുക. ഇവർ ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല കേട്ടോ. നമ്മുടെ തുമ്പിക്കുട്ടിയാണെങ്കിൽ ഫസ്റ്റ് ടൈമാണ് കേട്ടോ കുളത്തിൽ വന്നിട്ട് കുളിക്കണതൊക്കെ. അവരും തന്നെ കുളത്തിൽ വന്നിട്ട് കുളിക്കാറൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ അവിടെ നിന്ന് കുറേ പോകണ്ടേ, ഏട്ടൻ്റെ വീടിൻ്റെ അവിടേക്ക് വരും വേണം. പിന്നെ അത് മാത്രമല്ല, എനിക്ക് ഭയങ്കര പേടിയാണ് അങ്ങനെ വെള്ളം കെട്ടി നിൽക്കണ കാണുമ്പോൾ എനിക്ക് നല്ല പേടിയാണ്. കുളവും അതുപോലെ തന്നെ അങ്ങനെ നല്ല പേടിയാണ് കേട്ടോ എനിക്ക്. അതുകൊണ്ട് ഞാൻ അതിന് വിടാറുമില്ല. ഇപ്പോൾ ഏട്ടൻ കുളിക്കാൻ അങ്ങനെ വരണ കാരണം ഇന്നത്തെ ഒരു ദിവസം മാത്രമാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളൂ, അല്ലാതെ ഒന്നും കൊണ്ടുവരാറില്ല. അങ്ങനെ അവർ കുളി നീരാടലൊക്കെ കഴിഞ്ഞിട്ടില്ല കേട്ടോ. അതിൻ്റെ ഇടയിൽ ഏട്ടൻ വീഡിയോ അത് എടുത്തിട്ട് വന്നപ്പോൾ ഞാനത് അങ്ങനെ ഇതിൻ്റെ ഇടയിൽ കൂടെ ആ ക്ലിപ്പുകൾ ഇട്ടു തന്നെ ഉള്ളൂ. നമ്മുടെ ജോലികളിലേക്ക് വീണ്ടും കടന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ മുറ്റമൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടോ പുറത്തേക്ക്. നമ്മുടെ ഉപ്പേരി ഉണ്ടല്ലോ, അത് ഞാൻ നേരത്തെ ഗ്യാസിൻ്റെ മേലെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് അങ്ങനെ വെച്ചിട്ട് അത് വേവട്ടെ, വെള്ളം വറ്റട്ടെ, എന്നിട്ട് വേണ്ടേ നമുക്കത് വറുത്തിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുവരെ ഞാൻ മുറ്റടിച്ച് വരാമെന്ന് വിചാരിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. ജലദോഷം എന്നെ നന്നായിട്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് കേട്ടോ. കാരണം മഞ്ഞും കൂടി ആവുക കാരണം കൊണ്ട് ജലദോഷമൊക്കെ ഇനി മാറി കിട്ടാൻ നല്ല പണിയായിരിക്കും. മെല്ലെന്നെ മാറുള്ളൂ. പക്ഷേ ഇങ്ങനെ മുറ്റടിക്കുമ്പോൾ കുമ്പിട്ടിട്ട് തന്നെ മുറ്റടിക്കുമ്പോഴൊക്കെ എനിക്ക് മൂക്കൊക്കെ അങ്ങനെ അടഞ്ഞിട്ട് ഒരുമാതിരി ശ്വാസം മുട്ടുകയാണ് കേട്ടോ. ഞാൻ ഈ ഗുളിക മരുന്നൊക്കെ കഴിക്കുന്നുണ്ടെങ്കിലും മാറണ ഒരു ലക്ഷണമൊന്നും കാണാനില്ല. ഇനി തണുപ്പൊക്കെ ഒന്ന് കുറഞ്ഞ് വരണം, എന്നാലാണ് എൻ്റെ ജലദോഷമൊക്കെ ഒന്ന് മാറാൻ തോന്നുന്നത്. പൊതുവേ എനിക്ക് അലർജി, പൊടിയുടെയൊക്കെ അലർജി ഉള്ള കാരണം കൊണ്ട് തന്നെ നല്ല കഫക്കെട്ടുള്ള ഒരാളാണ് കേട്ടോ ഞാൻ. അപ്പോൾ അതുകൊണ്ട് മഞ്ഞൊക്കെ ഇങ്ങോട്ട് വന്ന് അധികമായി കഴിഞ്ഞാൽ എൻ്റെ കാര്യത്തിൽ പിന്നെ തീരുമാനമാകും കേട്ടോ. അങ്ങനത്തെ ഒരു ഇതാണ്. അത് കഴിഞ്ഞിട്ട് ഞാനിതാ മുറ്റടിക്കൽ കഴിഞ്ഞപ്പോൾ അകത്തേക്ക് കയറി നമ്മുടെ ഉപ്പേരിയൊക്കെ ഇങ്ങനെ വറുത്തിട്ടിട്ടുണ്ട്. കടുകൊക്കെ പൊട്ടിച്ച്, മുളക് പൊടി കടുകും പൊട്ടിച്ചിട്ടിട്ട് അങ്ങനെ വറുത്തിട്ടു. കുറച്ച് പൊടി ഇട്ടിട്ടുള്ളൂ കേട്ടോ. നല്ല എരിവായി കഴിഞ്ഞാൽ കിച്ചു കഴിക്കില്ല, സ്കൂളിലേക്ക് കൊണ്ടുപോകാനും വേണ്ടേ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു ഗ്ലാസ് കാപ്പിയൊക്കെ എടുത്തിട്ട് അവിടെ നിന്നിട്ട് ഇങ്ങനെ കുടിക്കുന്നുണ്ട്. പുറത്തേക്ക് നോക്കിയിട്ട് ഇങ്ങനെ നിന്ന് കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ചോറൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ അധികം നല്ല വേവുള്ള അരിയൊന്നുമല്ല കേട്ടോ, ഒരു പാകത്തിന്, ഒരു മീഡിയം, കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. കടയിൽ നിന്ന് വാങ്ങിച്ച അരിയാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് പേടിയുണ്ടായിരുന്നു, ഈശ്വര നല്ല വേവ് കൂടുതലാണോ എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ ആവണമൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നമില്ല. കാരണം അവൻ പോകുമ്പോഴത്തേനും അവന് ചോറൊക്കെ ആവണ്ടേ, 8 മണിയാകുമ്പോഴത്തേനും ചോറാവണം. അവന് പോകണ്ടല്ലേ, ചോറൊക്കെ ആക്കിയിട്ട് വേണ്ടേ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ചോറൊക്കെ ആയപ്പോൾ അതൊക്കെ ഒന്ന് വാർത്ത് വെക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ആദ്യമൊക്കെ ചോറ് വാർക്കുക എന്ന് പറഞ്ഞാൽ നല്ല പേടിയായിരുന്നു കേട്ടോ. കാരണം ഇങ്ങനെ നമ്മൾ വാർക്കണ സമയത്ത് ഈ ആവി ഇങ്ങനെ കയ്യിലേക്ക് അടിക്കുമ്പോൾ ഞാൻ ചില സമയത്ത് വിട്ടിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ കൈ പൊള്ളിയിട്ടൊക്കെ ഉണ്ട്. കൈ കൂടെ കഞ്ഞിവെള്ളം, ഈ വെള്ളം ഉണ്ടല്ലോ വാർക്കണ വെള്ളം, അത് കൈ കൂടെ പോയിട്ട് കൈ പൊള്ളിയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പം എനിക്ക് അതൊന്നും ഒരു സീനില്ല കേട്ടോ. കൈ പൊള്ളിയാലും വേണ്ടില്ല എന്ന് വെച്ചിട്ട് ഇപ്പം നമുക്കൊരു പൂ പറിക്കണ ഒരു ഫീലാണ് കേട്ടോ ചോറ് വാർക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. ഇതൊക്കെ എന്തെന്നുള്ളൊരു സിമ്പിളായിട്ടുള്ള വലിയ കാര്യം പോലെയാണ് കേട്ടോ. നമ്മൾ ചെയ്ത് നമുക്ക് പരിചയമായല്ലോ. അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് ഇതാ ചൂടുവെള്ളം വെക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ചൂട്ടടുപ്പത്ത് തന്നെ വെക്കുന്നുണ്ട്. നമ്മുടെ ചോറ് പായി മാറ്റിയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ അടുപ്പിലാണെന്നുണ്ടെങ്കിൽ നല്ല തീക്കനലൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പോൾ ചൂടുവെള്ളം കുട്ടികൾക്ക് കുളിക്കാൻ വെക്കേണ്ട ആവശ്യമില്ല, കാരണം അവർ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ വരുമല്ലോ. അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ചൂടുവെള്ളം വെച്ചിട്ടുണ്ട് കുടിക്കാൻ വേണ്ടിയിട്ട്. അതിൽ കുറച്ച് എന്താ പറയുക, പതിമുഖമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ആ വെള്ളം കുടിക്കാനാണ് കേട്ടോ ഇവിടെ ഇഷ്ടം. പിന്നെ അത് കുടിക്കുന്നത് നല്ലതും ആണല്ലോ, ഞങ്ങളെപ്പോഴും അത് തന്നെ കുടിക്കാറുള്ളത്. അതും കുറച്ച് ഇട്ടിട്ട് അങ്ങനെ ചൂടുവെള്ളം വെച്ചിട്ടുണ്ട്.
അപ്പോഴത്തേന് ഞാൻ ഇവിടെയൊക്കെ ഒന്ന് അടിച്ച് വാരുന്നുണ്ട് കേട്ടോ. ഇനി ഇവിടെ തുടയ്ക്കാനും ഒക്കെ ഉണ്ട്, കുറച്ച് പണികളൊക്കെ ഉണ്ട് കേട്ടോ. ഇനിയും ഇപ്പം സമയം അധികം ഒന്നും ആയിട്ടില്ല കേട്ടോ, 8 മണിയൊക്കെ ആവണേ ഉള്ളൂ. കൂടുതൽ സമയമൊന്നും ആയിട്ടില്ല ഇതുവരെ. പക്ഷെ അച്ഛനും മക്കളും ഇവിടെ എത്തിയിട്ടില്ല കേട്ടോ. കുളിയും ദേവാരം കഴിഞ്ഞിട്ട് അവരവിടെ എന്താ കാണിക്കണം ആവോട്ടോ. കുളത്തിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ കിച്ചുവിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുളം എന്നല്ല, വെള്ളം കണ്ടു കഴിഞ്ഞാൽ അവനൊരു നീരാളിയാണ് കേട്ടോ. അങ്ങനെ കയറി തന്നെ ഇല്ല, അങ്ങനെ ചെയ്യുന്നുണ്ടാവും ചിലപ്പോൾ അവിടെ. എന്താ പറയുക, അല്ലാതെ പിന്നെ എത്ര നേരം പിടിക്കില്ലല്ലോ. അപ്പോൾ അവർ വന്നിട്ട് വേണം എനിക്ക് ചായയൊക്കെ കുടിക്കാൻ വേണ്ടി. ചായ കുടിക്കൽ കഴിഞ്ഞു. പലഹാരം ഉണ്ടാക്കാൻ വേണ്ടി മാവൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ഉണ്ടാക്കിയിട്ടില്ല. അവർ വന്നിട്ട് ദോശ ചൂടോടൊക്കെ ഉണ്ടാക്കി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കിച്ചുവിന് കൊണ്ടുപോകാനുള്ള ഇന്ന് മുന്തിരിയാണ് കേട്ടോ ഞാൻ ആക്കി കൊടുക്കണത് അവന്. ഞാനിപ്പോൾ ഇപ്പോൾ 2-3 ദിവസമായിട്ട് മുന്തിരി തന്നെയാണ് കേട്ടോ ആക്കണത്. അവന് എന്താ ഫ്രൂട്ട്സ് തന്നെ നമുക്ക് കൂടുതലും കൊടുത്തയക്കാൻ പറ്റുള്ളൂ എന്നല്ല, അതന്നെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അവിടെ ബേക്കറി ഐറ്റംസ് ഒന്നും അലൗഡ് അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഫ്രൂട്ട്സ് ഇങ്ങനത്തെ സംഭവങ്ങൾ തന്നെയാണ് കൂടുതലും കുട്ടികൾ കൊണ്ടുവരുന്നതും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതന്നെയല്ലേ കൊടുത്തയക്കാൻ പറ്റുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉപ്പേരി ആക്കി കൊടുക്കുന്നുണ്ട്. ചോറ് പിന്നെ ആക്കിയിട്ടില്ല, ചോറ് ഇപ്പോൾ വാർത്ത് വെച്ചിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് വെള്ളമൊക്കെ ഒന്ന് വാർന്നിട്ട് വേണ്ടേ ആക്കാൻ വെച്ചിട്ട് അതവിടെ വെച്ചിട്ടുണ്ട്. അപ്പത്തിനും കണ്ടോ നല്ല വെളിച്ചം വന്നിട്ടുണ്ട് കേട്ടോ. നല്ല വെയിലല്ല, നല്ലൊരു ഇളം വെയിൽ വന്നിട്ടുണ്ട്. നല്ല രസമാണ് കേട്ടോ ഇങ്ങനെ കണ്ടു നിൽക്കാൻ, എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ കണ്ടു അച്ഛനും മക്കളും വന്നിട്ടുണ്ട്, കുളിയും ദേവാലയൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗിച്ചു ഇതാ അങ്ങോട്ട് പോയ പോലെ കേട്ടോ. ഇങ്ങോട്ട് വന്നപ്പോൾ കുപ്പായൊക്കെ ഇട്ടിട്ട് അച്ഛമ്മയുടെ വീട്ടിൽ ഈ ബനിയൻ ഊരി വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. വന്ന് പോയപ്പോൾ അതിട്ടിട്ടാണ് കേട്ടോ വന്നിരിക്കണത്. അതൊക്കെ കഴിഞ്ഞ് കിച്ചു പിന്നെ കഴിച്ചൊന്നുമില്ല. അവിടെ നിന്ന് ചായ കുടിച്ചിട്ട് അച്ഛമ്മയുടെ വീട്ടിൽ നിന്ന് ചായയും പിന്നെ അതുപോലെ തന്നെ ദോശയൊക്കെ കഴിച്ചു. ഞങ്ങൾ ദോശയും ചട്നിയും ചമ്മന്തിയൊക്കെ കഴിച്ചു അമ്മ എന്നൊക്കെ വന്ന് പറഞ്ഞു കേട്ടോ. അതൊക്കെ കഴിക്കുക കാരണം പിന്നെ അവർക്ക് ഫുഡൊന്നും വേണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തു. അവൻ്റെ ബസ് വന്നു, അവനെ ബസ്സിൽ കയറ്റി വിട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ സമയം 9 മണി ആയിട്ടുണ്ട്. ഞാൻ ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. ഇവരെ കാത്തിരുന്നാൽ ഞാൻ ആരായി ഇപ്പോൾ. അവരെ കാത്തിരുന്ന് അവർ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. എന്നാലും കുഴപ്പമില്ല, എവിടെ നിന്നാണെന്നുണ്ടെങ്കിലും കഴിച്ചുല്ലോ. അതെന്നെ ഭാഗ്യം. അല്ലെങ്കിൽ പിന്നെ കഴിക്കാതെ പോയി കഴിഞ്ഞാൽ എനിക്കൊരു മനസ്സമാധാനം ഉണ്ടാവില്ല കേട്ടോ. കഴിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനം തന്നെയാണ്. പിന്നെ അവിടേക്ക് പോയി കഴിഞ്ഞാൽ എങ്ങനെയായാലും ഒന്നും കൊടുക്കാതെ അവിടെ നിന്ന് അച്ഛനും അമ്മയും വിടില്ല കേട്ടോ ഇവരെ. അപ്പോൾ ഫുഡൊക്കെ കഴിപ്പിച്ചിട്ട് തന്നെ വിട്ടടക്കണം. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ചെറുപഴമൊക്കെ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ വന്നോടുമ്പോൾ തന്നെ 2 ഇരുന്ന് അടിച്ച് കയറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഫ്രിഡ്ജിലുണ്ടായിരുന്ന ആപ്പിളാണ് കേട്ടോ. തുമ്പിക്കുട്ടിക്ക് ഞാൻ എടുത്തു കൊടുത്താണ് ഒരു ആപ്പിൾ. അവൾക്ക് ആപ്പിൾ വേണം പറഞ്ഞപ്പോൾ അപ്പോൾ അവളാണെന്നുണ്ടെങ്കിൽ കടിച്ചിട്ട് പകുതിയാക്കിയിട്ട് അവിടെ വെച്ചിട്ട് പോയിട്ടോ. അപ്പോൾ അതിനി കടിച്ച് പകുതിയായി കഴിഞ്ഞാൽ ഇനി അവൾ കഴിക്കില്ല കേട്ടോ അത്. അപ്പോൾ ഞാനതിരുന്നിട്ട് ഒരു കഷ്ണമൊക്കെ ഞാനിരുന്ന് കഴിച്ചു. അങ്ങനെ കേട്ടോ. ഇവിടെ എല്ലാം കടിച്ചിട്ട് പകുതിയാക്കിയിട്ട് ഇടണ ഒരു സ്വഭാവമാണ് കേട്ടോ ഇവർക്ക്. ഫുള്ളായിട്ട് കഴിക്കാൻ എന്താണ് അറിയാത്തത്, അത് ചെയ്യുന്നില്ല കേട്ടോ. അപ്പം ഞാൻ എന്തായാലും 2 ദോശ ഉണ്ടാക്കി കഴിക്കുക. ഞാൻ ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല, ഒരു കാപ്പിയിലാണ് കേട്ടോ ഇരിക്കണത്. അല്ലാതെ ഞാൻ വേറെ ഒന്നും കഴിച്ചിട്ടില്ല എത്ര നേരമായിട്ട്. എനിക്കാണെങ്കിൽ നല്ല വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവർ വരട്ടെ എന്ന് വെച്ച് കാത്തിരിക്കുകയല്ലായിരുന്നു. അപ്പോൾ ഇവരെന്നെ ചതിക്കും ചെയ്തല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 ദോശ ഉണ്ടാക്കി കഴിക്കുന്നുണ്ട്. അപ്പോൾ തുമ്പിക്ക് വേണോ വെച്ചപ്പോൾ അവൾക്കും വേണം ദോശ എന്ന് പറയുന്നത് കേട്ടോ. അവൾ അവിടെ നിന്ന് കഴിക്കുകയൊക്കെ ചെയ്തു. ഇത്രേ ചമ്മന്തിയൊക്കെ കൂട്ടിയിട്ട് അവൾ കഴിച്ചു എന്നൊക്കെ തന്നെയാണ് അവൾ പറഞ്ഞത്. പിന്നെ ഏട്ടന് പറഞ്ഞു കഴിച്ചു എന്ന്. അപ്പോൾ ഞാനിപ്പോൾ ഉണ്ടാക്കണപ്പോൾ എന്താണാവോ അവൾക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾക്കൊരു ദോശ ഞാൻ ആദ്യം ഉണ്ടാക്കി കൊടുത്തു. അതിനുശേഷം ഞാനൊരു 3 ദോശ ഉണ്ടാക്കി കേട്ടോ. 3 ദോശ ഉണ്ടാക്കിയിട്ട് ഞാനും അതിരുന്ന് കഴിക്കാൻ വേണ്ടി. അതാകെ 3 എനിക്ക് അത്രയൊക്കെ തന്നെ ഇപ്പോൾ ആവശ്യമുള്ളൂ. ഒറ്റയടിക്ക് കുറേയൊന്നും കഴിക്കാനൊന്നും പറ്റില്ല കേട്ടോ. ഇടവിട്ടിട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഒറ്റയടിക്ക് നമുക്ക് ഒരുപാട് ദോശ ഒന്നും കഴിക്കാനായിട്ട് സാധിക്കില്ല കേട്ടോ. അപ്പോൾ ഞാനൊരു 3 ദോശയൊക്കെയാണ് എടുത്തിട്ടുള്ളൂ. അതന്നെ ധാരാളം. പിന്നെ നല്ല കനമില്ലാത്ത ദോശയാണ് കേട്ടോ. അതുകൊണ്ട് 3 എണ്ണമൊക്കെ എടുത്തിട്ടുള്ളൂ. നല്ല കട്ടിയുള്ള ദോശ ഒന്നുമല്ല കേട്ടോ. എനിക്ക് അങ്ങനെ ഉണ്ടാക്കണ ഇഷ്ടമല്ല. കനമില്ലാതെ ദോശ ഉണ്ടാക്കണതാണ് കേട്ടോ എനിക്കിഷ്ടം. അപ്പോൾ ഞാനത് ചമ്മന്തിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. എനിക്കിങ്ങനെ കൂടുതലും അടുക്കളയിൽ നിന്നിട്ട് കഴിക്കാൻ തന്നെയാണ് കേട്ടോ ഇഷ്ടമുള്ളൂ. ഉമ്മറത്തൊന്നും പോയിട്ടിരിക്കണമെന്ന് എനിക്ക് അത്ര വലിയ ഇഷ്ടമില്ല കേട്ടോ. ചായ കുടിക്കുമ്പോഴൊക്കെ ഞാൻ അടുക്കളയിൽ തന്നെ വന്നിരിക്കുക. പിന്നെ ഫുഡ് കഴിക്കുമ്പോൾ ഒരു ഹോളിൽ പോയിട്ടിരിക്കും കേട്ടോ, ചോറൊക്കെ കഴിക്കുമ്പോൾ. അങ്ങനെ ഇതാ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റിച്ചിങ്ങിലേക്ക് കടന്നിട്ടുണ്ട്. നമ്മുടെ തുമ്പിക്കുട്ടി ആണെന്നുണ്ടെങ്കിൽ നല്ല ഉറക്കത്തിലാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്നു. അപ്പോൾ അത് കുറച്ച് ദിവസമായിട്ട് ഈ ഒരു ടോപ്പ് തയ്ക്കാൻ വേണ്ടി കട്ട് ചെയ്ത് വെച്ചിട്ട് അത് ഇന്നലെയാണ് ഞാൻ തുടങ്ങി വെച്ചത് കേട്ടോ. ഇന്നലെ സ്റ്റിച്ച് ചെയ്തിട്ട് പകുതിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, മുഴുമിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് എന്തായാലും അത് കംപ്ലീറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റ ഇരിപ്പിനൊന്നും ഞാൻ ഫുള്ളാക്കില്ല. ഞാനിങ്ങനെ 2 ദിവസം 3 ദിവസമൊക്കെ പിടിച്ചിട്ടാണ് കേട്ടോ. നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്നല്ല 5 മിനിറ്റ് കൊണ്ട് തയ്ച്ചെടുക്കുക, അതൊന്നല്ല കേട്ടോ നമ്മുടെ
പുറകിലുള്ള കാര്യം എന്ന് പറയുമ്പോൾ 2 ദിവസം 3 ദിവസമൊക്കെ പിടിച്ചിട്ടാണ്. കാരണം ഒറ്റയിരിപ്പിന് തയ്ച്ച് തീർക്കാൻ പറ്റില്ല നമുക്കൊന്നും. കാരണം കുട്ടികളൊക്കെ ഉള്ളതല്ല, അപ്പോൾ അതുകൊണ്ട് അതൊന്നും സാധിക്കില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ സമയം പിടിക്കും. പിന്നെ ഈ തുണി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തുമ്പിക്കുട്ടിക്ക് അന്ന് ഉടുപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ടിഷ്യൂവിൻ്റെ പിന്നെ അജ്രക്കിൻ്റെ ക്ലോത്ത് വെച്ചിട്ട് ഉടുപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിൻ്റെ ആ തുണിയിൽ ബാലൻസ് വന്നിട്ടുണ്ടായിരുന്ന ടിഷ്യൂവിൻ്റെ ക്ലോത്താണ് കേട്ടോ. അതെനിക്കൊരു ടോപ്പിനുള്ളത് തികയുന്നുണ്ട്. കാരണം ഞാൻ അത്ര വണ്ണമില്ലാത്ത ആളായ കാരണം കൊണ്ട് തന്നെ എനിക്കത്ര ആ തുണി തികഞ്ഞു കേട്ടോ. കറക്റ്റായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല, കറക്റ്റായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് കട്ട് ചെയ്തപ്പോഴൊക്കെ. അല്ല തുണി ഇനി ബാക്കി ബാലൻസ് വരിക ഒന്നും ഉണ്ടായിട്ടില്ല, കറക്റ്റായിരുന്നു. അപ്പോൾ അത് ഞാൻ വെട്ടിയിട്ട് ടോപ്പാക്കിയിട്ടുണ്ട് കേട്ടോ. സാധാ ഓപ്പൺ ടോപ്പാണ് കേട്ടോ, അല്ലാതെ മോഡലായിട്ടുള്ളതൊന്നും തയ്ച്ചിട്ടില്ല, സാധാരണത്തെ ഓപ്പൺ ടോപ്പ്. അപ്പോൾ അതാ കയ്യിൻ്റെ അവിടെയും പിന്നെ അതുപോലെ തന്നെ ഈ ഫ്രണ്ടിൽ നെക്കിൻ്റെ അവിടെയൊക്കെ ഞാനിതാ ഈ അജറക്കിൻ്റെ ക്ലോത്ത് വെച്ചിട്ട് ഇങ്ങനെ എന്താ പറയുക ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു മോഡലൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. ആദ്യമായിട്ടല്ല, രണ്ടാമത്തെ പ്രാവശ്യമാണ് കേട്ടോ. പക്ഷെ ആദ്യം ചെയ്തത് അത്രയ്ക്കായിട്ട് പെർഫെക്റ്റ് ആയിട്ടുണ്ടായിരുന്നില്ല, അതിൻ്റെ അനിയത്തിക്ക് ചെയ്തായിരുന്നു കേട്ടോ. ഇതെന്തായാലും കറക്റ്റ് ആയിട്ടുണ്ട്. പിന്നെ തുമ്പി നല്ല ഉറക്കത്തിലാണ് കേട്ടോ. അപ്പോൾ അതാണ്ടില്ല, നമുക്ക് അമ്പലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റിയൊരു ടോപ്പാണ് കേട്ടോ. നല്ല ട്രഡീഷണൽ ലുക്കായിട്ടുള്ള ഒരു ടോപ്പാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ എന്നെ തന്നെ പൊക്കി പറയല്ല കേട്ടോ, സംഭവം സൂപ്പറായിട്ടുണ്ടായിരുന്നു ഇട്ട് നോക്കിയപ്പോഴൊക്കെ. അപ്പോൾ അതങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഞാൻ പീരീഡ്സ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോകാൻ വേണ്ടി, വീട്ടിലേക്കല്ല, ഞാൻ എൻ്റെ വല്യമ്മയുടെ വീട്ടിലേക്കാണ് കേട്ടോ പോണത്, തൊഴുപ്പാടത്തേക്ക്. വീട്ടിലേക്കല്ല പോണത്. അപ്പോൾ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് വല്യമ്മ എന്നെ കൂട്ടാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 6 മണിക്കാണ് കേട്ടോ ഞങ്ങൾ പോവുക. 6 മണിയുടെ ബസ്സിന് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം കിച്ച് വരുമ്പോൾ തന്നെ 5 മണി ആവുമല്ലോ. അപ്പോൾ അവൻ വന്നിട്ടല്ലേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ 5 മണിക്കുള്ള ബസ് എന്തായാലും ഞങ്ങൾക്ക് കിട്ടില്ല. പിന്നെ അത് ഒറ്റപ്പാലത്തേക്കുള്ള ബസ്സാണല്ലോ, ഞങ്ങൾക്ക് പോകേണ്ട ഷൊർണൂർക്കുള്ള ബസ്സിലാണ് കേട്ടോ. എൻ്റെ വീട്ടിലേക്ക് പോകുമ്പോഴാണ് ഒറ്റപ്പാലത്തേക്കുള്ള ബസ്സിൽ പോകേണ്ട ആവശ്യമുള്ളൂ. ഇത് ഞങ്ങൾ ഷൊർണൂർ ബസ്സിലാണ് പോകുന്നത്. അപ്പോൾ 6 മണിക്കാണ് കേട്ടോ ബസ്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കിച്ച് വരണം, എന്തായാലും കിച്ച് വരണമല്ലോ, കിച്ച് വരാതെ പോകാൻ പറ്റില്ലല്ലോ. അപ്പത്തിന് ഞാൻ തുണികളൊക്കെ ഞങ്ങൾക്ക് കൊണ്ടുപോകാനുള്ള, എനിക്ക് ഇടാനും കുട്ടികൾക്ക് ഇടാനുള്ള തുണികളൊക്കെ മടക്കി ഈ സഞ്ചിയിൽ ആക്കി വെക്കുന്നുണ്ട് കേട്ടോ. അയ്യോ ഇതൊക്കെ കൂടി ഏറ്റിയിട്ട് പോകണ്ടേന്ന് ആലോചിക്കുമ്പോൾ തന്നെ എന്താ പറയുക, ആകെ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കും കേട്ടോ. കാരണം ഇത് ഭയങ്കര റിസ്ക്കാണ് കേട്ടോ. ശരിക്കും ഇങ്ങനെ മലയ്ക്ക് പോകുമ്പോൾ നോമ്പെടുത്തിട്ടിരിക്കുന്ന സമയത്തൊക്കെ ഈ പീരീഡ്സ് ആവുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അവർക്കും ബുദ്ധിമുട്ടാണ്, അതുപോലെ തന്നെ നമുക്കും ബുദ്ധിമുട്ടാണ് കേട്ടോ. നമ്മളെന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളെന്ന് പറയുമ്പോൾ പീരീഡ്സ് ആയി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് പോവുക, അവിടെ നിന്ന് ഇങ്ങോട്ട് വരിക എന്ന് പറഞ്ഞാൽ നല്ല പാടന്നെയാണ്. അടുത്തൊക്കെ ആണെങ്കിൽ പിന്നെ കുഴപ്പമില്ല, അത് ഒരുപാട് ദൂരമല്ലേ, അതുകൊണ്ട് കേട്ടോ. പിന്നെ വേറെ മാർഗ്ഗമില്ലല്ലോ, നമുക്ക് തന്നെയല്ലേ മാർഗ്ഗമുള്ളൂ. അതുകൊണ്ട് സാഹചര്യം എന്താണോ അതിനനുസരിച്ച് നമ്മൾ മാറുക, അത്ര തന്നെ പാകമുള്ളൂ, അല്ലാണ്ട് വേറെ മാർഗ്ഗമൊന്നും ഇല്ല. അപ്പോൾ അങ്ങനെ ഇതാ പോവാനുള്ള ഐറ്റംസൊക്കെ, തുണികളൊക്കെ അങ്ങനെ കെട്ടി പൂട്ടിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ വല്യമ്മ ഞങ്ങളെ കൂട്ടാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഏട്ടന് വർക്ക് ചെയ്തിട്ട് അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ റെഡി ആയിട്ട് തുമ്പർത്തിരിക്കുകയാണ് കേട്ടോ. 6 മണിക്കാണ് ബസ് വരുള്ളൂ, ബസ്സിനെ വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി എന്തായാലും നാളെ അവിടുത്തെ വിശേഷങ്ങളായിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ബൈ.